ജേർണലിങ് ഒരു ഫോം ഓഫ് തെറപ്പിയാണ്, ഭയങ്കര പവർഫുൾ. ഇപ്പം നിങ്ങൾക്ക് റെഗുലറായിട്ട് ഞാൻ റെഗുലറായിട്ട് കുറേ നാൾ ജേർണൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം അതും ആക്ച്വലി ഭയങ്കരധികം നമുക്ക് ഇതേപോലെ നമ്മുടെ തലയിൽ വലിയ പ്രശ്നമായിരിക്കുമെങ്കിലും നമ്മളതൊന്ന് എഴുതുമ്പോഴോ അത് പുറത്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഇതൊരു തേർഡ് പേഴ്സൺ ഒരു പെർസ്പെക്റ്റീവ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടു ക്ലോസ് ടു ദ പ്രോബ്ലമാണ്. നമ്മൾ കുറച്ച് മാറി നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ശരിക്കും ഇതിലൊരു കോസ് എഫക്റ്റ് സാധനമുണ്ട്, ഞാൻ നേരത്തെ എടുത്തൊരു ഡിസിഷൻ്റെ കോൺസിക്വൻസ് ആണ് എന്നുള്ളൊരു സാധനം വരുന്നത്. അപ്പോൾ തെറപ്പി കുറച്ച് ഇപ്പോൾ ഞാൻ ചെയ്ത തെറപ്പി ബേസിക്കലി എൻ്റെ തെറപ്പിസ്റ്റ് ട്രെയിൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്ന് പറഞ്ഞത് CBT എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ട്രോമ ഇൻഫോംഡ് പ്രാക്ടീഷണറാണ്. അപ്പം തെറപ്പിയുടെ ബേസിക് ഒരു എല്ലാം അതാണ്. ഈ കുറേ തമാശകൾ തെറപ്പി ഭയങ്കര ചൈൽഡ്ഹുഡ് ലിങ്ക്ഡാണ്, എല്ലാം നിങ്ങളുടെ ചൈൽഡ്ഹുഡിലോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ തെറപ്പിയുടെ ഫൗണ്ടർ ഫ്രോയിഡ് അല്ലേ, ഫ്രോയിഡിയൻ സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്ന് തോന്നുന്നു. സിഗ്മണ്ട് ഫ്രോയിഡാണ് ഇതേപോലെ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന നിങ്ങൾ ഫസ്റ്റ് 7 ഇയേഴ്സിൽ എങ്ങനെയാണോ പ്രോഗ്രാം ആവുന്ന ആ ഒരു പ്രോഗ്രാമാണ് പിന്നെ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന റൺ ത്രൂ ചെയ്യണ കാര്യം. അപ്പം സംസാരിച്ച് അവസാനം ഇപ്പം എനിക്കും ഭയങ്കര പിടിച്ചുള്ള ഞാൻ ഒരു കാര്യം പറയുമ്പം ഞാൻ തന്നെ എൻ്റെ തെറപ്പിസ്റ്റ് എടുത്ത് തുടങ്ങി കൊച്ചിലെ ഇത് നടന്നിട്ടുണ്ട്. നേരത്തെ ഇതൊരു 4-5 സെഷൻ്റെ വർക്കായിരുന്നു. അതായത് ഓക്കെ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്തുകൊണ്ടായിരിക്കും അതെ ഓക്കെ ഇങ്ങനെയുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ നമുക്ക് ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ട്രിഗർ ചെയ്യുന്ന ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കില്ല, ചിലപ്പോൾ ഒരു വാക്കായിരിക്കും. ആ വാക്കുമായിട്ട് നമുക്കൊരു മോശം അസോസിയേഷൻ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇമോഷണൽ റിയാക്ഷൻ വരുമ്പോൾ നമുക്ക് ഒരു ലെവലിൽ അത് ലോജിക്കലി ഓവർ റൈഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം ഇത് എന്തുകൊണ്ടാണ് വരുന്നത്. ഇപ്പം നീ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ നിന്റെ ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് അറ്റ് എ പോയിന്റ് ലോജിക്കലി അറിയാം നീ ചെയ്തൊരു തെറ്റ് കാരണമോ അല്ലെങ്കിൽ നിൻ്റെ അടുത്തുള്ള ദേഷ്യമല്ല, ഈ ഒരു ട്രിഗർ കാരണമാണ്, ഈ ഒരു ട്രിഗറാണ് എന്നെ ഇങ്ങനെ തോന്നിപ്പിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നമ്മുടെ പാറ്റേൺസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.